ഹായ് ഫ്രണ്ട്സ്, വലിയ സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നവീൻ്റെ അമ്മ പറയുന്നുണ്ടല്ലോ, നവ്യ അതിലും പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ സാർ എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, ഒരു വീട്ടിലെ എല്ലാ കുട്ടികളും എന്തായാലും ഒരുപോലെ ആയിരിക്കില്ല. ഗോവിന്ദനെയും കനകടയും മക്കളിൽ നവ്യ മാത്രമാണ് കുറച്ച് വഴി മാറി ചിന്തിക്കുന്നത്. പത്മയ്ക്ക് പോലീസുകാരെ ഇഷ്ടമല്ലല്ലോ. അവിടെയുണ്ടൊരു വനിത എസ് ഐ നന്ദു. അവളുടെ സ്വഭാവം ഉണ്ടല്ലോ നയനെ പോലെ നല്ലതാ. അപ്പോൾ പത്മയ്ക്ക് അതൊട്ടും ഇഷ്ടമായില്ലോ. പത്മ പറയേണ്ടത് എന്ത് നല്ലതാണെന്ന് സാറി പറയണേ. കണ്ണി കണ്ട ആണുങ്ങളെയൊക്കെ പൊതുനിരത്തിലിട്ട് തല്ലുന്നതാണോ ആ നന്മ? ആ കൊച്ചു പഠിക്കണ സമയത്ത് തന്നെ ഒരുപാട് പയ്യന്മാരുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട്. എന്നാലും ആണിനെ പോലെ നടക്കണ ഒരുത്തിക്ക് പെണ്ണിന്റെ ഗുണമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം മുത്തച്ഛൻ പറയണ്ട കേട്ടോ, ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച എല്ലാ കെട്ടും മട്ടുമുണ്ട് പത്മയുടെ സ്വഭാവത്തില്. അതൊട്ടും മാറിയിട്ടില്ല. മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോഴെങ്കിലും കുറച്ചെങ്കിലും മാറാൻ ശ്രമിക്കണം. പത്മ ഒന്നും മിണ്ടല്ലേ, അടച്ചിരിക്കണ മാത്രമേ ഉള്ളൂ. അപ്പം മുത്തച്ഛൻ പറയണ്ട്, എൻ്റെ വീട്ടിൽ തലയെടുപ്പോട് കൂടിയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് തല താത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രായം കൂടി നമ്മൾ ആലോചിക്കണം പത്മേ. എന്നിട്ട് പെട്ടെന്ന് മുത്തച്ഛൻ പറയണ്ട കേട്ടോ. അപ്പോഴേ നരസിംഹ, നിങ്ങൾ എത്രയും പെട്ടെന്ന് നവീൻ്റെ മനസ്സറിയാൻ നോക്ക്. പിന്നെ ഞങ്ങളുണ്ട് എല്ലാത്തിനും കൂടെ. ശരിയിട്ടോ എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ നവീൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തച്ഛൻ വന്നായിരുന്നു എന്ന് ചോദിക്കണ്ട കേട്ടോ. മോൻ അന്ന് വന്നപ്പോൾ മോൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി തൻ്റെ ഏതോ ഒരു പെൺകുട്ടിയെ മോൻ്റെ മനസ്സിൽ നിന്ന്. അപ്പം നവീനൊന്ന് ചിരിച്ചു കേട്ടോ. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, എന്നാൽ പത്മയായിട്ട് ഞാൻ സംസാരിച്ചു. അത്തരം പെൺകുട്ടികളെ പത്മ സ്വീകരിക്കും തോന്നണില്ല. പോലീസുകാരും വക്കീലൊന്നും ഒരു കാരണവശാലും വേണ്ടെന്നാ പറയണത്. അത് പറയുമ്പോഴേക്കും നവീൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും ആണ് മോൻ കണ്ടുവച്ചിരിക്കണമെങ്കിൽ അത് മറക്കുന്നത് നല്ലത്. വേറെ ഒന്നും കൊണ്ടല്ല മോനെ, അമ്മയും വീട്ടുകാരെയൊക്കെ വിഷമിപ്പിച്ചിട്ട് നമ്മളൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നതിൽ അർത്ഥമില്ല. ആ ബന്ധം നന്നായിട്ട് പോയില്ലെങ്കിൽ ഏത് സമയം അവരാ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ടാന്ന്. എന്നിട്ട് കേട്ടില്ല എന്നൊക്കെ. അല്ല, മോൻ്റെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്നത് ആരാ? ഏതെങ്കിലും IPS ഓഫീസറാണോ? അതോ പേര് കേട്ട ഏതെങ്കിലും വക്കീലാണോ? IPS കാരിയാണെങ്കിലും വേണ്ടാന്നാണ് പത്മ പറയണത്. അപ്പം നവീൻ ആകെ സങ്കടമായിട്ടോ. നവീൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നന്ദുവിന് വിവാഹം കഴിക്കാൻ അമ്മ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. അപ്പം നവീൻ ആലോചിച്ച് നിൽക്കാണ്ടപ്പോൾ മുത്തച്ഛൻ പറയണ്ട കേട്ടോ, മോൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇതേ അവസ്ഥയിലൂടെയാണ് എൻ്റെ വീട്ടിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അനി പറഞ്ഞു കാണുമല്ലോ കാര്യങ്ങൾ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം നവീൻ പറയുന്നുണ്ട്, ഏയ് പറഞ്ഞിട്ടില്ല. അവന് ഇതുപോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. പക്ഷേ ആ കുട്ടിയുടെ വീട്ടുകാരെ ഒരു വിധത്തിലും ഈ ബന്ധത്തിന് സമ്മതിക്കണില്ല. അപ്പം നവീൻ പറയണ്ട കേട്ടോ, അത് അവൻ്റെ രണ്ടാം കെട്ടായതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. മുത്തച്ഛൻ പറയണ്ട, അതൊന്നും അവർക്കൊരു കുഴപ്പമില്ല. എന്തായാലും ഏത് രീതിയിലായാലും വീട്ടുകാരെ വിഷമിച്ചൊരു കല്യാണം വേണ്ടെന്നാണ് ഞാൻ അവനോട് പറഞ്ഞിരിക്കണത്. അതങ്ങനെ തന്നെ വേണം മോനെ. അച്ഛനമ്മമാർക്ക് മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ടാവും. അതൊരിക്കലും നമ്മളായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് കളയരുത്. അതും പറഞ്ഞിട്ട് മുത്തച്ഛൻ പോയി കേട്ടോ. അപ്പോഴും നമ്മുടെ നവീൻ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അകത്ത് പത്മ പറയണ്ട കേട്ടോ, അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നവീൻ്റെ കഴിവുകളെ പറ്റിയിട്ട്. മൂർത്തി സാർ ആദർശിനെ ബിസിനസ് ഏൽപ്പിച്ച പോലെയാണ് ഇവിടെ അച്ഛൻ നവീനെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. അത്രയും കഴിവുള്ള എൻ്റെ മോനെ അതിനൊപ്പം നിൽക്കണ ഒരു പെൺകുട്ടീനെ കിട്ടേണ്ടത്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് കേട്ടോ നവീൻ അകത്തേക്ക് ചേരണത്. എന്നിട്ട് നവീൻ പറയുന്നുണ്ട്, അതെ, എനിക്കൊപ്പം നിൽക്കുന്ന ഒരാളെ തന്നെയാണ് എനിക്ക് വേണ്ടത്. അതിപ്പോൾ പോലീസായാലും വക്കീലായാലും എന്താ കുഴപ്പം? അപ്പോൾ പത്മ പറയണ്ട, ഓ നീ അപ്പോൾ ആ ലൈനിൽ തന്നെ ചിന്തിക്കണേല്ലേ. അമ്മേ, കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടിക്ക് ഒപ്പം ജീവിക്കേണ്ടത് ഞാനാ. അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ പത്മ പറയണ്ട കേട്ടോ, ഈ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി ഈ വീട്ടിൽ തന്നെ താമസിക്കണം. അല്ലാതെ വീട്ടിനകത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് നിന്നെയും കൊണ്ട് വേറെ താമസിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മോനും മരുമകളും നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളും എൻ്റെ മരണം വരെ എൻ്റെ അടുത്ത് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ആ ഉറപ്പ് കിട്ടിയാൽ മതി. നീ ചൂണ്ടിക്കാണിക്കുന്ന പെൺകുട്ടി ഞാൻ അംഗീകരിക്കാം. പക്ഷെ അവരൊക്കെ നന്ദുവിനെ പോലെ ആണുങ്ങളെ വെല്ലുവിളിച്ച് നടക്കുന്നവരാവരുത്. എനിക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ഗുമസ്തൻ്റെ വക, അതായതേ ആ കരാട്ടയും കളരിയൊക്കെ പിടിച്ച് ആണുങ്ങളെ പോലെ നടക്കുന്ന പെണ്ണിനെ പോലെ ആവരുത് എന്നാണ് സാറിൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നവീൻ പറയണ്ട കേട്ടോ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പം നരസിംഹമുത്തച്ഛൻ പറയുന്നുണ്ട്, എടാ ഇവിടെ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. നിൻ്റെ അമ്മയുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കല്യാണം അർബടാക്കി നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നീടുള്ള ജീവിതമാണ് നന്നാവേണ്ടത്. ഒരു പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് അവളും അമ്മയമ്മ തമ്മിൽ എന്നും അടിയിടിയാണെങ്കിൽ അതിന് സാക്ഷിയാവേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ പത്മ പറയണ്ട കേട്ടോ, പഴയ കാലങ്ങൾ പോലെയല്ല ഇപ്പോഴത്തെ കാലം. അതുകൊണ്ടാ ഒരു ബന്ധം എടുക്കുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും വേണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നത്. എന്തായാലും വിവാഹത്തിൻ്റെ കാര്യത്തിൽ നിൻ്റെ ഇഷ്ടം മാത്രം നടക്കില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നീ മുന്നോട്ട് പോകാൻ. അതും പത്മ ദേഷ്യത്തിലകത്തേക്ക് പോയിട്ടു. അപ്പം നവീൻ ദേഷ്യം വന്നു. നവീൻ പറയേണ്ട മുത്തച്ഛൻ്റെ അടുത്തും ഗുമസ്തൻ്റെ അടുത്തും, ഇങ്ങനെയാണെങ്കിൽ അമ്മ ആഗ്രഹിക്കണ പോലത്തെ ഒരു മരുമകൾ ഈ ജന്മം വീട്ടിലേക്ക് വരാൻ പോണില്ല. അപ്പോൾ ഗുമസ്തൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ സാറേ, അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ആരെയാണ് സാറ് കണ്ടുവച്ചിരിക്കണതല്ലേ? കൊള്ളാം. അപ്പം മുത്തച്ഛൻ പറയണ്ടേട്ടാ, എടാ മൂർത്തി നിനക്ക് വേണ്ടി സംസാരിക്കാനാണ് ഇവിടെ വന്നത്. അപ്പോഴും നിൻ്റെ അമ്മ അവളുടെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുക. പിന്നെ ആ കുടുംബത്തിലുള്ളവരോട് നിൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അനിയും ആദർശം നായനൊക്കെ നിൻ്റെ സുഹൃത്തുക്കളാണല്ലോ. അവരോട് ആരോടെങ്കിലും നീ നിൻ്റെ മനസ്സൊന്ന് തുറക്ക്. അതോടെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുമല്ലോ.
അപ്പം നവീൻ പറയുന്നുണ്ട് കേട്ടോ, അമ്മയുടെ സ്വഭാവം ഇതാണെങ്കിൽ പരിഹാരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞപ്പോൾ നരസിംഹമുത്തച്ഛനും ആകെ വിഷമമായിട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജലജ സബ് ജയിലിൻ്റെ മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. നബി ഇറങ്ങണ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഡോർ തുറന്ന് നബി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും മോനും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് ജലജ വിഷമത്തോട് എന്നിട്ട് മോനെ എന്ന് വിളിച്ചിട്ട് കവിളിലൊക്കെ തലോടുണ്ട്. അപ്പം മോൻ പറയുന്നുണ്ട്, കുറച്ച് ദിവസം ജയിൽവാസത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും പുറലോകം കണ്ടമ്മേ. ജയിലിൽ കിടന്നിട്ട് വരാൻ നിനക്ക് അവിടെ നല്ല സ്വീകരണം നല്ല കിട്ടാൻ പോണത്. അറിയാമേ, ഇനി എനിക്ക് കാറിൻ്റെ ഗ്ലാസ് ഇട്ട് എനിക്ക് പുറത്ത് സഞ്ചരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആൾക്കാർ പുച്ഛിക്കും. കാരണം കള്ളക്കടത്ത് വാർത്തകൾ ചാനലിലും പത്രത്തിലൊക്കെ വന്നല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ കുപ്രസിദ്ധനാ. അപ്പം ജലജ പറയുന്നുണ്ട് കേട്ടോ, ദേ നീ ജയിലിൽ കിടന്നതേ എന്നേക്കാളും നിന്നേക്കാളൊക്കെ അപമാനമായിരിക്കണതാ നവിക്ക. എടാ അവളൊരു ബോംബാടാ. അവളുടെ അനിയത്തിമാരുടെ പേര് കേട്ടാലേ അവളിപ്പോൾ പൊട്ടിത്തെറിക്കുക. അപ്പം അഭിക്കാൻ സന്തോഷമായിട്ടോ. അപ്പം അഭി പറയുന്നുണ്ട്, അങ്ങനെയുള്ള അവളെ ഞാൻ ഏത് സമയം ജ്വലിപ്പിച്ച് നിർത്തിക്കോളാം. പക്ഷെ എന്നേക്കാൾ കൂടുതൽ അവളെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ടത് അമ്മയാ. എനിക്ക് ചില പരിമിതികളുണ്ട്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, എന്ത് പരിമിതികൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭി തപ്പി പിടിച്ച് നിൽക്കണേ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ നീ ഇപ്പോൾ ആദർശിനി നന്നായി ഭയക്കുന്നുണ്ടല്ലോ. പിടിച്ച് കുലുക്കിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അവരേതെങ്കിലും രീതിയിൽ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്ന് പറഞ്ഞിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കമ്പനിയിലൊരു സ്റ്റാഫ് മാത്രം ഞാനിപ്പോൾ ഇനിയിപ്പോൾ അവരോട് തട്ടി കയറിയ ആ ജോലി കൂടി പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം ജലജ പറയുന്നുണ്ട്, ഓ എന്നാലും നമ്മൾ ഈ രീതിയിൽ പതിച്ചു പോയില്ലോടാ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മയ്ക്കൊരു മോളുണ്ട്, അവൾ ഉടനെ തന്നെ പഠിത്തം കഴിഞ്ഞ് വരും. അപ്പോൾ അവളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കണം അമ്മേ. അപ്പം അതിനൊക്കെ അനന്തപുരിക്കാരുടെ സഹായം നമുക്ക് ഉണ്ടായേ പറ്റൂ. അതിനു വേണ്ടി കടിച്ചു തൂങ്ങാം. അങ്ങനെ കടിച്ചു തൂങ്ങുമ്പോഴും നമ്മുടെ അടിവാരം തോണ്ടിയുടെ നാശമായിരിക്കണം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. രണ്ടും കൂടി പറഞ്ഞ് പല്ലും കടിച്ച് നിൽക്കണം കേട്ടോ. എന്നിട്ട് ജലജ പറയും, നീ വാ. അങ്ങനെ രണ്ടെണ്ണം കൂടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, അനന്തപുരിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നവ്യ മോളിൽ നോക്കുകയാണ് വേറെ ശബ്ദം കേട്ടപ്പോൾ. അപ്പോൾ അഭി ഇറങ്ങിയപ്പോൾ നല്ല ചിരി ചിരിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അഭി അങ്ങനെ നോക്കി വന്നിട്ട് ചോദിക്കുന്നു കേട്ടോ ജലജയുടെ അടുത്ത്, അമ്മേ ഞാനിപ്പോൾ ഒരു ജയിൽ പുള്ളിയാണ്, കൊട്ടാരത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റുമോ അമ്മേ? അപ്പം ജലജയ്ക്ക് അറിയില്ലോ. ജലജ പറയണ്ട, അതിന് വലിയ തെറ്റിദ്ധരി കൊട്ടാരത്തിൽ താമസിക്കണില്ലേ, ഇതിനകത്ത് താമസിക്കണില്ലേ, പിന്നെ നിനക്ക് മാത്രം എന്തൊരു വിലക്ക്? അപ്പം അഭി പറഞ്ഞു, ഞാൻ അമ്മയുടെ മോനല്ലേ, അതുപോലെയല്ലോ അവൻ അനന്തപുരി തറവാടിന്റെ ചോരയാ. അതൊന്നും നീ മനസ്സിൽ വെക്കണ്ട. ആരെന്ത് പറഞ്ഞാലും അതിനൊന്നും നീ ചെവി കൊടുക്കും വേണ്ട. നിന്നെ സ്നേഹിക്കുന്ന ഒരുവളെ ഇതിനകത്തുണ്ട്. അവളെ മുൻനിർത്തിയാണ് ഞാനിപ്പോൾ കളിക്കണത്. നീയും അങ്ങനെ തന്നെ വേണം. അവളോട് നമ്മൾ രണ്ടാൾക്കും വലിയ പ്രതിബദ്ധതയൊന്നുമില്ല, പക്ഷെ ഗതികേടുകൊണ്ട് അവളെ ചേർത്ത് നിർത്തിയേ പറ്റൂ. നീ വാ എന്ന് പറഞ്ഞിട്ട് കയറി വരിക കേട്ടോ. അപ്പോൾ ഹാളിലിരിക്കേണ്ട കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിൻ്റെ അവിയാനേയും അങ്ങോട്ട് ചെന്നു. മുത്തശ്ശൻ ചോദിക്കേണ്ടി വന്നോ, കള്ളക്കടത്ത് സ്വർണ്ണം വിറ്റ് കാശാക്കിയവൻ. അപ്പം അഭിയൊന്നും വേണ്ട കേട്ടോ. അപ്പം ജലജയ്ക്ക് ദേഷ്യം ജലജ പറയണേ, എൻ്റെ മോനെ ജയിലിൽ കിടന്നിട്ട് നരകിച്ചിട്ടാണ് വരണത്. അവനെ കേസിൽ നിന്ന് രക്ഷിക്കാത്തവരെ ഇവിടെ അവൻ്റെ മനസ്സമാധാനം കെടുത്തരുത്. അപ്പം മുത്തശ്ശി പറയണത്, നീ മിണ്ടരുത്. ഇവൻ എന്തിൻ്റെ കുറവുണ്ടായിട്ട് ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? എന്തിൻ്റെ കുറവാന്ന് അമ്മയ്ക്കറിയില്ലേ? ഇവൻ എന്ത് വെച്ചാണ് നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? അപ്പം മുത്തശ്ശനെ നോക്കണ്ടേട്ടോ മുത്തശ്ശി. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഇവനിപ്പം നമ്മുടെ ജ്വല്ലറിയിൽ നിലനിൽക്കുന്നത് തന്നെ ഒരു ഭാഗ്യമാണെന്ന് നീ കൂട്ടിക്കോ. അപ്പം മുത്തച്ഛൻ പറയണ്ട, ആ ഭാഗ്യം എടുത്തു കളയും. മാത്രമല്ല നീ ഇപ്പം ചെയ്ത് തെറ്റ് ആവർത്തിക്കാനാണ് പരിപാടിയെങ്കിൽ ഇപ്പോഴൊന്നും ഇറങ്ങിക്കോ. അപ്പം അഭി ഞെട്ടി നിൽക്കണം കേട്ടോ. മുത്തച്ഛൻ പറയണ്ട, എൻ്റെ സ്വഭാവം വെച്ചിട്ട് ജയിലിൽ വന്ന ഒരുത്തനെ ഈ വീട്ടിൽ കയറ്റേണ്ടതല്ല. എന്നിട്ടും ഞാൻ കയറ്റണത് ഇവളെ കണ്ടിട്ടല്ല, നിനക്കൊരു ഭാര്യയും കുഞ്ഞുള്ളതുകൊണ്ടാ. അപ്പോഴേക്കും നവ്യ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ ഒരു പരിഗണന അവന് കൊടുക്കണമെന്നില്ല മുത്തച്ഛന് ഇഷ്ടമല്ലെങ്കിലേ അവനോട് ഇറക്കി വിട്ടോ. പിന്നാലെ പോകാൻ ഞാനും എൻ്റെ കുഞ്ഞും തയ്യാറാ. അല്ലെങ്കിൽ തന്നെ മുത്തച്ഛൻ്റെ കൊച്ചുമക്കൾക്ക് 2 നിയമമുള്ള വീട്ടിൽ എന്തിനാ ഞങ്ങൾ കഴിച്ചു തൂങ്ങി നിൽക്കണത്? അപ്പോൾ ദേവയാനി പറയണ്ട കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല നവ്യ, ഇവിടെ ഒറ്റ നിയമം മാത്രമേ ഉള്ളൂ. അപ്പോൾ നവ്യ പറയണം, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിനാ എല്ലാവർക്കും അറിയണ കാര്യം ഞാനിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണേ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇപ്പോൾ ജയിൽ പുള്ളിയാ. കള്ളക്കടത്ത് സ്വർണ്ണം മൂർത്തിച്ചൂലരുടെ പേരിൽ വിറ്റ ആളാ. പക്ഷെ അങ്ങനെയുള്ളവനേക്കാൾ എത്രയോ വലിയ ക്രിമിനൽ കുറ്റാണ് അമ്മായിയുടെ മോൻ ചെയ്തിരിക്കണത്. അയാളവിടെ കീടം ചൂടി നിർത്തിയിരിക്കണതേ അയാൾ അനന്തപുരി തറവാടിന്റെ ചോര ചെയ്തോണ്ടാ. എന്നാലേ ഇവനങ്ങനെയല്ല. അപ്പം മുത്തശ്ശി പറയേണ്ടത്, നവ്യ ഇവള് പറയണ പോലെ നീയും സംസാരിക്കരുത്. അപ്പം ബാക്കി ജലജ, നവ്യ പറയണേൽ എന്താ അമ്മയെ കുറ്റം? ഇവള് പറയണത് സത്യല്ലേ? അത് പറഞ്ഞു തീർന്നതും മുത്തശ്ശി ഒരെണ്ണം പൊട്ടിച്ചു കേട്ടോ ജലജയുടെ കവിളത്ത്. അപ്പം നവ്യയും അഭിയൊക്കെ ഞെട്ടിപ്പോയി. എന്നിട്ട് മുത്തശ്ശി പറയണ്ട്, പറയടി സത്യമാണെന്ന് പറയേ. നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന ശേഷം ആൺമക്കൾക്ക് താഴെ ഒരു മോളാന്ന് കരുതി ഒരുപാട് സ്നേഹിച്ചതല്ലേ ഞാനിന്ന് നിൽക്കുന്ന അച്ഛനും? എന്നിട്ട് നീ ചോരയുടെ കണക്ക് പറയണോ? ജലജ ഒന്നും മിണ്ടില്ല കേട്ടോ. മുത്തശ്ശി പറയണ്ട്, ഞാൻ പ്രസവിച്ച മക്കളെക്കാളും ഒരു പെണ്ണാണെന്ന് കരുതി നിനക്ക് സ്നേഹം തന്നു. എന്നിട്ട് നീ നന്നായില്ല. നിന്റെ മക്കളെ നീ നന്നാക്കിയൂല്ല. ഇനി ഒരുത്തി വരുന്നുണ്ട് അയർലാൻഡിൽ നിന്ന്. അവൾ വേറെ വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാ. അതിനി പോകുന്ന അതേ രീതിയിൽ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. നിന്റെയൊക്കെ സ്വഭാവമാണെങ്കിലേ അതുപോലുള്ള മരുമക്കളെ ഒരു വീട്ടുകാരും വെച്ച് വാഴിക്കില്ലടി. അപ്പം അഭി പറയുന്നുണ്ട്, ഞാൻ ജയിലിൽ നിന്ന് വന്നതാ ഒരുപാട് ക്രിമിനൽസിനൊപ്പം കഴിഞ്ഞിട്ട്. അപ്പം മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ക്രിമിനലല്ലേ? എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ മുത്തച്ഛ, നീ വാ നവ്യേ എന്നും പറഞ്ഞിട്ട് നവ്യനെ വിളിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം മുത്തച്ഛൻ വരണ്ട് ജലജനെ നോക്കിയിട്ട്, കുറേ നാളെ ഇനി വേണ്ടാത്ത വർത്താനം ആവർത്തിക്കുന്നുണ്ട്. പെൺകുട്ടികളെ കൈ ഉയർത്തി തല്ലി ശീലില്ലാത്തതുകൊണ്ടാ ഞാൻ നിന്നെ തല്ലാത്തത്.
ഞാൻ ഈ വീട്ടിലില്ലാത്ത സമയത്ത് നിന്നെ വളർത്തിയതും താലോലിച്ചതൊക്കെ ഈ നിൽക്കണ അമ്മയാ. എന്നിട്ട് ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ സംസാരിക്കരുത്. അപ്പൊ ജലജാക്ക തലതാത്തി നിൽക്കണം കേട്ടോ. അപ്പൊ ഇവിടുന്ന് നവ്യയും അഭിയും കൂടി കയറി ചെല്ലുന്ന സമയത്താണ് നയനി ആദർശം കൂടി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പൊ അങ്ങനെ പരസ്പരം നേർക്ക് നേർ എത്തിയിട്ടുണ്ട്. അപ്പൊ ആദർശം ചോദിക്കുന്നുണ്ട്, നിനക്ക് ജാമ്യം കിട്ടിയോടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, കിട്ടി, അതറിഞ്ഞെങ്കിൽ തടയായിരുന്നു അല്ലേ. അപ്പൊ ആദർശം പറയുന്നുണ്ട്, ഇവനെ പോലുള്ളവരൊക്കെ കുറച്ച് നാൾ ജയിലിൽ കിടക്കുന്നതിന് നല്ലത്. അപ്പൊ നിങ്ങളോ എന്ന് ചോദിക്കേണ്ടിട്ട് നവ്യ, നിങ്ങളെ പുറത്ത് നടക്കുന്നത് ഇവൾക്കും നിങ്ങൾക്കും നല്ലതായിരിക്കും. പക്ഷെ ഇവൻ ജയിൽ പുള്ളിയായെങ്കിലേ അതിന് മുൻപേ ആവണ്ടാളെ നിങ്ങൾ. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചി വെറുതെ സംസാരിച്ച് മുഷിയാൻ നിൽക്കല്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ പറയുന്നുണ്ട്. അപ്പം നവ്യ ചോദിക്കണ്ട, ആരടി നിന്നത്? അയാൾ പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം അഭി പറയുന്നത്, പോട്ടെ നവ്യ എന്ന് പറയുന്നുണ്ട്. അപ്പം നവ്യ, എന്ത് പോട്ടേന്ന്? എന്നിട്ട് നയനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എടി നീ നിന്റെ അനിയത്തോട് വിളിച്ചു പറ അഭി പുറത്തിറങ്ങി ഉടൻ തന്നെ അടുത്ത കേസ് ഉണ്ടാക്കാൻ, എന്നിട്ട് ഇവനെ ഇനിയും ജയിലിലേക്ക് അയക്കാൻ പറ. അപ്പം നയന പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു വിടാനാണെങ്കിൽ ഇവൻ ഈ ജന്മം മുഴുവൻ ജയിലിൽ കിടക്കും. അപ്പം നവ്യ പറയുന്നുണ്ട്, ദേ നിന്റെ ഭർത്താവ് ഈ വീട്ടിലെ സന്തതിയാ, മൂർത്തി മുത്തച്ഛൻ്റെ സ്വന്തം കൊച്ചുപോനാ. എൻ്റെ ഭർത്താവ് അന്യൻ, ഈ വീട്ടിലെ പുറമ്പോക്കായിട്ടുള്ള അമ്മയ്ക്ക് ജനിച്ചവൻ. അത് നിനക്കറിയാം, അതുകൊണ്ടാ ഇയാളുടെ തെറ്റുകളെ നീ വിമർശിക്കാത്തത്. നീ തറവാടിൻ്റെ സ്വന്താ, ഞാനല്ല. ഇവനും ആ ഒരു വ്യത്യാസേ എപ്പോഴും നിൻ്റെയും ഇയാളുടെയും മനസ്സിലുണ്ട്. അപ്പം ആദർശ് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ നവ്യെ സംസാരിക്കുന്നത്? ഇവനെ നീ വിവാഹം കഴിച്ചതുപോലും നേരായ മാർഗത്തിലൂടെയല്ല. അപ്പം നവ്യ പറയുന്നുണ്ട്, അല്ല, അന്നേ നിങ്ങളെ കളഞ്ഞിട്ടാ ഞാൻ ഇവനെ സ്നേഹിച്ചത്. അതിൻ്റെ ഒരു ദേഷ്യം നിങ്ങൾക്ക് എപ്പോഴും എന്നോടുണ്ട്. അപ്പോൾ ആദർശ് ചിരിക്കണം കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, അത് നന്നായി എന്നാ ആദർശേട്ടൻ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നവ്യ ഒന്ന് ചമ്മിട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ചില പെൺകുട്ടികൾ സ്വന്തം കുറ്റം മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് സമയം ഇങ്ങനെ ഹോൾസെയിലായിട്ട് ആദർശം വിളമ്പിക്കൊണ്ടിരിക്കരുത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ അഭിയേക്കാളും മുകളിലല്ല നിങ്ങൾ. അപ്പോൾ നയന ചോദിക്കേണ്ട അഭിയെ നോക്കിയിട്ട്, അല്ലേടാ. അപ്പോൾ അഭി ഇങ്ങനെ കിടന്ന് പരിങ്ങാണ് കേട്ടോ. അപ്പോൾ നവ്യ ചോദിക്കുന്നത്, നീ എന്താടി ഇതിൻ്റെ അനിയത്തി പോലെ ഒരുമാതിരി പോലീസിനെ മുറയെടുക്കുന്നത്? അപ്പോൾ ആ നയനൊന്നും ഇങ്ങനെ മിണ്ടാതെ നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പോൾ അഭി വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഏയ് നവ്യ വേണ്ട, വെറുതെ എന്തിനാ ഞാൻ വന്നു കയറിയപ്പോൾ തന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്, നീ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. പോയി കഴിഞ്ഞപ്പോൾ നയന ദേഷ്യത്തിൽ പറയണ്ടേ, എൻ്റെ ചേച്ചിയാണെങ്കിലും ചില സമയത്ത് ചേച്ചിയുടെ വർത്താനം കേൾക്കുമ്പോൾ എല്ലാം വെട്ടി തുറന്ന് പറയാൻ എനിക്ക് തോന്നണേ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ കുഴപ്പം നമുക്ക് തന്നെയാ. അവനൊരു കുഴപ്പമുണ്ടാവില്ല, അവനെല്ലാം നശിപ്പിക്കാനായിട്ട് ജനിച്ചവനാ. അവൻ്റെ അമ്മേനെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ദത്തെടുത്ത് വളർത്തിയത് പുണ്യാണെന്ന് കരുതുന്നതിന് പകരം അവരെ കുറ്റപ്പെടുത്താനാണ് അവൻ്റെ അമ്മയെ ശ്രമിക്കണത്. താനത് അനാഥനാണെന്നുള്ള കോംപ്ലക്സ് അപ്പച്ചിട്ട് ഉള്ളിൽ കിടക്കുക. അവരെ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോലും അത് അവരുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ഈ രീതിയിൽ അവർ സംസാരിക്കൂ. അപ്പോൾ അതിനങ്ങനെ ദേഷ്യം ഇടയ്ക്ക് നിൽക്കണം കേട്ടോ. അങ്ങനെ നിൽക്കുന്ന ആദർശിൽ നിന്ന് അതിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ പത്രമാറ്റം അവസാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.